കൊടുങ്ങല്ലൂർ മീനഭരണിയുടെ ഐതിഹ്യവും പ്രാധാന്യവും. കൊടുങ്ങല്ലൂർ ഭഗവതി ഭദ്രകാളിയായി അവതരിച്ച് ദാരികാ നിഗ്രഹം നടത്തിയതിന്റെ വിജയസ്മരണയായാണ് ഭരണി ആഘോഷിക്കുന്നത്. ശക്തിപൂജ തിന്മയ്ക്കുമേൽ നന്മ നേടുന്ന വിജയമാണ്. ഭദ്രകാളി എന്ന ഭാവം സംരക്ഷണത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമാണ്. സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ്. കാവ് തീണ്ടലും അശ്വതി ഭരണിയും. ഭരണി മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിക്കാം. അശ്വതി കാവ് തീണ്ടൽ. കോമരങ്ങൾ വാളും ചിലമ്പുമായി ക്ഷേത്രത്തിനു ചുറ്റും ഓടി കാവ് തീണ്ടുന്ന ചടങ്ങ്. ഇത് പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന നിമിഷമാണ്. ചുവപ്പ് വസ്ത്രം ഭക്തിയുടെയും രൗദ്രഭാവത്തിന്റെയും അടയാളമായി ചുവപ്പ് പട്ടെടുക്കുന്നതിന്റെ പ്രാധാന്യമാണ്. തട്ടകക്കാരുടെ അവകാശം പ്രാദേശികമായ കൂട്ടായ്മയുടെയും വിശ്വാസത്തിന്റെയും കരുത്ത്. ഇന്ന് കാണുന്ന ശുഭലക്ഷണങ്ങൾ. പ്രകൃതിയിലും ജീവിതത്തിലും ഇന്ന് ദർശിക്കുന്ന ശുഭസൂചനകൾ. മീനച്ചൂടിൽ പെയ്യുന്ന മഴ ദേവിയുടെ കനിവായും ഭൂമി കുളിർക്കുന്ന ശുഭലക്ഷണമായും കാണുന്നു. വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അറിയിക്കുന്ന അടയാളങ്ങളായി നിറപറയും നിലവിളക്കും. ഭരണിപ്പാട്ട് ഭക്തിയും ലഹരിയും കലർന്ന പാട്ടുകൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയായി ചിലർ വിശ്വസിക്കുന്നു. മീനഭരണി ദിവസം വീട്ടിൽ ദർശിക്കുന്ന ചില പ്രധാന ശുഭലക്ഷണങ്ങളും ഈ ദിവസം ഐശ്വര്യം നിറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും താഴെ പറയുന്നവയാണ്. ബ്രഹ്മമുഹൂർത്തത്തിലെ ഉണർവ്. മീനഭരണി ദിവസം സൂര്യോദയത്തിന് മുൻപേ ഉണരുന്നത് ശരീരത്തിനും മനസ്സിനും പ്രത്യേകം ഉന്മേഷം നൽകുന്നു. ഇത് ഭഗവതിയുടെ ചൈതന്യം സ്വീകരിക്കാൻ മനസ്സ് പാകപ്പെടുന്നതിന്റെ ലക്ഷണമാണ്. പക്ഷികളുടെ കളകൂജനം. വീടിനു ചുറ്റും പക്ഷികളുടെ സാന്നിധ്യവും അവയുടെ ശബ്ദവും കേൾക്കുന്നത് പ്രകൃതി സന്തുലിതമാണ് എന്നതിൻ്റെയും പോസിറ്റീവ് എനർജിയുടെയും സൂചനയാണ്. ദീപലക്ഷ്യവും പൂജാമുറിയും. സന്ധ്യാസമയത്തോ പ്രഭാതത്തിലോ നിലവിളക്ക് തെളിയിക്കുമ്പോൾ തിരി തെളിഞ്ഞു കത്തുന്നതും കരിന്തിരി ഇല്ലാതെ കത്തുന്നതും ദീപത്തിനു ചുറ്റും ഒരു പ്രത്യേക പ്രഭാവലയം ദർശിക്കുന്നതും ഐശ്വര്യലക്ഷണമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ തിരി തെക്ക് ഭാഗത്തേക്കോ കിഴക്കോട്ടേക്കോ ചായാതെ നേരെ ഉയർന്നു കത്തുന്നത് തടസ്സങ്ങൾ മാറുന്നതിന്റെ ലക്ഷണമാണ്. പൂജ കഴിഞ്ഞാലും വീട്ടിൽ കർപ്പൂരത്തിന്റെയോ അഗർബത്തിയുടെയോ മണം ദീർഘനേരം തങ്ങി നിൽക്കുന്നത് നെഗറ്റീവ് ഊർജം ഒഴിഞ്ഞുപോയതിന്റെ അടയാളമാണ്. പൂക്കളുടെ സുഗന്ധം. പൂജാമുറിയിൽ അർപ്പിച്ച തെച്ചി, തുളസി തുടങ്ങിയ പുഷ്പങ്ങളുടെ സുഗന്ധം വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ദേവീ സാന്നിധ്യമായി പഴമക്കാർ കരുതാറുണ്ട്. പ്രകൃതിയും കാലാവസ്ഥയും. അപ്രതീക്ഷിതമായ വേനൽമഴ. മീനച്ചൂടിൽ ഭരണി നാളിൽ പെയ്യുന്ന മഴ ഭൂമിയുടെ ദാഹം തീർക്കുന്നതിനൊപ്പം വീടിന്റെ ഐശ്വര്യത്തിനും ഉത്തമമായി കരുതപ്പെടുന്നു. ഇതിനെ ദേവിയുടെ കനിവ് എന്നാണ് വിളിക്കാറുള്ളത്. ഉച്ചസമയത്ത് പോലും അനുഭവപ്പെടുന്ന അപ്രതീക്ഷിതമായ തണുത്ത കാറ്റ് മനസ്സിന് ശാന്തത നൽകുന്ന ശുഭലക്ഷണമാണ്. അതിഥികളും സൽക്കർമ്മങ്ങളും. ഈ ദിവസം അപ്രതീക്ഷിതമായി വീട്ടിലെത്തുന്ന സുമംഗലികളായ സ്ത്രീകളോ കുട്ടികളോ ഭാഗ്യലക്ഷണമായി കരുതപ്പെടുന്നു. അവർക്ക് മധുരമോ ദാഹജലമോ നൽകുന്നത് പുണ്യമാണ്. ഉമ്മറത്തോ കിളിവാതിലിലോ കാക്കയോ മറ്റു പക്ഷികളോ വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് അതിഥികളുടെ വരവിനെയോ സന്തോഷവാർത്തയെയോ സൂചിപ്പിക്കുന്നു. വീടിന്റെ മുറ്റത്തെത്തുന്ന പക്ഷികൾക്കോ മറ്റു ജീവികൾക്കോ ഭക്ഷണം നൽകാൻ സാധിക്കുന്നത് മനസ്സിന് തൃപ്തി നൽകുന്ന ശുഭസൂചനയാണ്. വീടിന് മുന്നിലൂടെ പശു കടന്നു പോകുന്നതോ പശുവിന്റെ ശബ്ദം കേൾക്കുന്നതോ മീനഭരണി നാളിൽ അതീവ ശുഭകരമാണ്. ജനലിലൂടെ വീടിനുള്ളിലേക്ക് വീശുന്ന തണുത്ത കാറ്റും ഉച്ചസമയത്തെ തെളിഞ്ഞ വെയിലും മനസ്സിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് ആ വീടിന്റെ ഐശ്വര്യത്തെയാണ് കാണിക്കുന്നത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദമോ ശംഖനാദമോ വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. വീട്ടിൽ കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നതും ചിരിക്കുന്നതും മീനഭരണി നാളിൽ ബാലഭദ്രാദേവിയുടെ അതായത് ദേവിയുടെ ബാലരൂപത്തിന്റെ സാന്നിധ്യമായി കണക്കാക്കാം. ഈ ദിവസം അടുക്കളയിൽ അരിയോ മറ്റ് ധാന്യങ്ങളോ അളക്കുമ്പോൾ അവ കുറയാതെ ഇരിക്കുന്നതും ഐശ്വര്യലക്ഷണമാണ്. നമുക്ക് ഐശ്വര്യത്തിനായി വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ശുദ്ധി വരുത്തുക. വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കുക.
ഉമ്മറപ്പടിയിൽ അല്പം മഞ്ഞൾ വെള്ളം തളിക്കുന്നത് അണുനാശകമെന്നതിലുപരി ഐശ്വര്യദായകവുമാണ്. നിറപറ ഒരുക്കാം. ദേവീപ്രീതിക്കായി ഒരു ചെറിയ പാത്രത്തിൽ നെല്ലോ അരിയോ നിറച്ചു വെക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന് സഹായിക്കും. ലളിതാ സഹസ്രനാമം. വീട്ടിൽ ലളിതാ സഹസ്രനാമമോ ദേവീ മഹാത്മ്യമോ ജപിക്കുന്നത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജം നീക്കാൻ സഹായിക്കും. ജാതി മതഭേദമന്യേ ആളുകൾ ഒത്തുചേരുന്ന ഒരു സംസ്കാരം മീനഭരണിക്ക് പിന്നിലുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മീനഭരണി നാളിൽ നമ്മുടെ വീടുകളിൽ അനുഭവപ്പെടുന്ന അതിവിശിഷ്ടമായ ശുഭലക്ഷണങ്ങളെക്കുറിച്ചും ആ ചൈതന്യം എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഓർക്കുക, ആചാരങ്ങൾ വെറും ചടങ്ങുകളല്ല. അവ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കാനുള്ള വഴികളാണ്. ഈ മീനഭരണി നാളിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തെളിയുന്ന വിളക്കിൻ്റെ നാളം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു വെളിച്ചമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൊടുങ്ങല്ലൂർ അമ്മയുടെ ലോകമാതാവായ പരാശക്തിയുടെയും അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ നന്മയും സമാധാനവും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.